ഹലോ ഹായ്. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു മാർക്കറ്റിനെ അത് ഓപ്പൺ ആവുന്നതിന് മുമ്പ് റീഡ് ചെയ്യുക, ഒരു പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ കുറച്ച് പേരാണെങ്കിലും നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. സോ ഞാൻ ഇന്ന് അതുകൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ എഴുതിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്നലെ ക്ലോസ് ആയ മാർക്കറ്റാണ്. ഈ റെഡ് സോൺ മീൻസ് ഇന്നത്തേക്കുള്ള CPR ആണ്. ഞാൻ നേരെ SGX നിഫ്റ്റി ഓപ്പൺ ആക്കിയപ്പോൾ ഒരു 54 പോയിൻറ്റ് പോസിറ്റീവാണ്. നമ്മൾ നേരെ ഇന്ത്യ മാർക്കറ്റ് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ട് 50 പോയിൻറ്റ് നമ്മൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എന്താണ്, മാർക്കറ്റ് CPRലായിരിക്കും ഓപ്പൺ ആവുക. അത് മേ ബി റെഡ് ക്യാൻഡിലാവാം അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിലാവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ എന്തായാലും ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം ഒരു പുട്ട് ഓപ്ഷൻ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി രാവിലെ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണ്, ഇതെനിക്ക് താഴേക്കാണ് വരുന്നതെങ്കിൽ ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യില്ല. മോളിൽ പോയിട്ടേ പുട്ട് ഓപ്ഷൻ ഇതുപോലെ ബൈ ചെയ്യുള്ളൂ. ഫസ്റ്റ് ക്യാൻഡിൻ്റെ ലോ, ഇവൻ റെഡ് ക്യാൻഡ് ആണെങ്കിൽ പോലും ഞാൻ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യില്ല. ഇതാണ് എൻ്റെ പ്ലാൻ. ഫസ്റ്റ് പുട്ട് ഓപ്ഷനാണ്. ബാക്കിയെല്ലാം നമുക്ക് ഓപ്പണായിട്ട് പറയാം. കണ്ടോ, ഓപ്പണായി മാർക്കറ്റ് റണ്ണിങ്ങിലാണ്. ഫസ്റ്റ് 5 മിനിറ്റാണ് നിങ്ങൾ കാണുന്നത്. CPR നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. CPRലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. താഴെ റെഡ് ക്യാൻഡില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നമുക്ക് മുകളിൽ കിട്ടണം. നമുക്ക് കിട്ടുമെന്ന് നോക്കാം. കണ്ടോ, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും മീൻസ് CPRൻ്റെ മുകളിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടണം. എന്നിട്ട് നമുക്കൊരു 2LP, ഞാൻ യൂസ് ചെയ്യുന്ന 2LP സെറ്റപ്പ് എന്തെങ്കിലും നിങ്ങൾ സെറ്റപ്പ് ഉപയോഗിക്കാം. ഫസ്റ്റ് ഡയറക്ഷൻ പിടിക്കാനുള്ളതാണ്. ഇതുപോലെ കിട്ടിയാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ടാർഗറ്റ് 25,000 വരുന്ന വെയിറ്റ് ചെയ്യേണ്ടെന്നേ, ഡേ ലോവർ വെയിറ്റ് ചെയ്താൽ മതി. നമുക്കൊരു 20 പോയിൻറ്റ് പ്രീമിയത്തിൽ കിട്ടിയാൽ മതി. ഇത് 40 മിനിറ്റ് എടുത്ത് കിട്ടും അഡ്മിൻ എടുത്തു കഴിഞ്ഞാൽ. സോ ഞാൻ എൻട്രി എനിക്ക് ആയി വരുന്നുണ്ട്. ഞാൻ പ്രീമിയം കാണിച്ചു തരാം. 25 250 ഞാൻ എടുക്കുന്നത്. ഈ 119 മുകളിൽ എനിക്ക് ക്ലോസ് കിട്ടിയാൽ ഞാൻ എൻട്രി എടുക്കും. ക്ലോസ് കിട്ടണം, ഒരു പുൾ ബാക്ക് കിട്ടണം. നമുക്ക് കിട്ടുമോ നോക്കാം. നിങ്ങൾ നോക്കേ, 119 മുകളിൽ 131 വരെ പോയതിന് ശേഷം ക്ലോസ് വെച്ചു. താഴെ വന്ന് നമ്മൾ വീണ്ടും എൻട്രി എടുത്തു. അത് പ്രോഫിറ്റ് ആയിക്കോളും. നമുക്ക് 40 പോയിൻറ്റ് പ്രീമിയം കിട്ടും. സോ നെക്സ്റ്റ് എൻട്രി ഇതാണ് ഒരു കോൾ ഓപ്ഷൻ ഞാൻ പ്ലാൻ ചെയ്തത്. അത് മാർക്കറ്റ് ഓപ്പണിന് ശേഷമുള്ള പ്ലാനിങ് ആണ്, ഇന്നലത്തെ പ്ലാനിങ് അല്ല. സോ ഞാൻ ആ എൻട്രി എടുത്തു. ഇപ്പം 5 മിനിറ്റിലോട്ട് ടൈം ഫ്രെയിം മാറ്റിയാണ്. പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു 2 ലോട്ട് എൻ്റെ ഒരു അക്കൗണ്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എൻട്രി എടുക്കുന്നത് കാണിക്കാൻ വേണ്ടി എടുത്തത്. ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. 2 ലോട്ട് 150 ക്വാണ്ടിറ്റിയാണ്. 20 പോയിൻറ്റ് പ്രീമിയം ബുക്ക് ചെയ്യുന്നുണ്ട്. അത് റണ്ണിങ്ങിലാണ്. ഏകദേശം ഉണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറായി. സ്വിംഗ് ലോ എത്താറായി, സ്വിംഗ് ഹൈ എത്താറായി. നമുക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതാണ്ടേ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണുണ്ടോ. അത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എത്ര പ്രോഫിറ്റ് നമുക്ക് നോക്കാം. 3500 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഷോ ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു കോൾ ഓപ്ഷനാണ്. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രേഡ് ഞാൻ കാണിക്കുവാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ പുട്ട് ഓപ്ഷൻ ആയിരുന്നു. ശേഷം നമ്മൾ എന്താ പ്ലാൻ ചെയ്ത കോൾ ഓപ്ഷൻ. ആ കോളിൽ ഞാൻ 2 സ്പ്ലിറ്റ് എടുത്തത്. കാരണം എന്താണ്, DK ഒഴിവാക്കാൻ, ഓരോ പുൾ ബാക്കിലോ DK ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്.